ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് T20 വേണ്ടിയാണ്. ബംഗ്ലാദേശുമായിട്ടുള്ള ആദ്യത്തെ ടെസ്റ്റിൽ ഇന്ത്യ ജയിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ടെസ്റ്റും കൂടി ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം. അത് കഴിഞ്ഞാൽ T20 സീരീസ് ആരംഭിക്കുകയാണ്. ഒക്ടോബർ 6-നാണ് ആദ്യ T20. ഇതിനുള്ള ഇന്ത്യൻ ടീമിനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. T20 ടീമിൽ സഞ്ജു സാംസണിനെ തിരിച്ചു വിളിക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ദുലീപ് ട്രോഫിയിൽ സഞ്ജു സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു. ടെസ്റ്റിൽ T20 പോലെയായിരുന്നു സഞ്ജു കളിച്ചത്. സഞ്ജുവിന്റെ ബാറ്റിംഗ് വലിയ രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. ഗംഭീർ അടക്കം സഞ്ജുവിനെ പ്രശംസിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ബംഗ്ലാദേശുമായിട്ടുള്ള T20 സീരീസിൽ സഞ്ജു ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സഞ്ജു മാത്രമല്ല ഇഷാൻ കിഷനും. ഈ രണ്ട് താരങ്ങളായിരിക്കും കീപ്പർമാർ. ഋഷഭ് പന്തിനെ ടെസ്റ്റിലും ഏകദിനത്തിലും ഉൾപ്പെടുത്താനാണ് പദ്ധതി. അതുകൊണ്ട് T20 സീരീസിൽ ഇനി പന്ത് ഉണ്ടായിരിക്കില്ല. യുവതാരങ്ങളായ ശുഭ്മാൻ ഗില്ല്, ജയ്സ്വാൾ, അഭിഷേക് ശർമ്മ, റിയാൻ പരാഗ് തുടങ്ങിയ താരങ്ങൾ T20 ടീമിൽ ഉണ്ടായിരിക്കും. സൂര്യകുമാർ ആയിരിക്കും ഇന്ത്യയുടെ ക്യാപ്റ്റൻ. ഹാർദിക് പാണ്ഡ്യ ഉണ്ടാകില്ലെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ ബൗളിങ്ങിലും ചേഞ്ച് ഉണ്ടായിരിക്കും. ഒരുപാട് യുവതാരങ്ങളെ ഉൾപ്പെടുത്തും. ഇനി അങ്ങോട്ട് T20 ടീമിൽ മുഴുവനായിട്ടും യുവതാരങ്ങളെ കളിപ്പിക്കാനാണ് ഗംഭീറിന്റെ പദ്ധതി. അടുത്ത T20 വേൾഡ് കപ്പ് ഇന്ത്യക്ക് സ്വന്തമാക്കണം. അതിനുള്ള മുന്നൊരുക്കമാണ് ഗംഭീറിന്റെ. ദുലീപ് ട്രോഫിയിൽ സഞ്ജു മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. അതുകൊണ്ട് സഞ്ജു ഉറപ്പായിട്ടും ടീമിലുണ്ടായിരിക്കും. ബംഗ്ലാദേശ് ഇന്ത്യക്ക് ഒരു എതിരാളി ആയിരിക്കില്ല. ടെസ്റ്റ് തന്നെ ഇന്ത്യ ഈസി ആയിട്ടാണ് ജയിച്ചത്. പക്ഷേ ബംഗ്ലാദേശിനോട് കളിക്കുമ്പോൾ സൂക്ഷിക്കണം. T20 അവർ നന്നായി കളിക്കാറുണ്ട്. പക്ഷേ സൂര്യ, സഞ്ജു, ഗില്ല് തുടങ്ങിയ താരങ്ങളുടെ ബാറ്റിംഗിന് മുന്നിൽ ബംഗ്ലാദേശ് പിടിച്ചു നിൽക്കില്ല. ഇന്ത്യ T20 പരമ്പരയും സ്വന്തമാക്കുമെന്നത് ഉറപ്പാണ്. സഞ്ജുവിന്റെ ഒരു വെടിക്കെട്ടിന് വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. അവസാനത്തെ T20 പരമ്പരയിൽ സഞ്ജു മോശം കളിയാണ് കാഴ്ചവെച്ചത്. എന്നാൽ സഞ്ജു ദുലീപ് ട്രോഫിയിലൂടെ ശക്തമായിട്ട് തിരിച്ചു വന്നു. അപ്പോൾ നമുക്ക് ബംഗ്ലാദേശ് T20 വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.